നമസ്കാരം. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2016 ആണ്ട് ഏപ്രിൽ 14 മുതൽ ഒരു വർഷത്തേക്ക് വിഷുഫലമായി പറയുന്നത് അവരവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയത്നം വേണ്ടി വരുന്നത് വഴി ഒരു പക്ഷേ മുൻകരുതൽ എന്ന നിലയിൽ എല്ലാ കാര്യങ്ങൾക്കും കൂടുതൽ ആത്മനിയന്ത്രണം, കൂടുതൽ പണച്ചെലവ് അനുഭവപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ചില ചുമതലകൾ കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. അപ്പോൾ ഏതൊരു കാര്യവും വളരെ ഭക്തി ശ്രദ്ധാപുരസ്സരം ഈശ്വര പ്രാർത്ഥനകളോടുകൂടി വരും വരായികളെല്ലാം മനസ്സിരുത്തിക്കൊണ്ട് ഏറ്റെടുക്കുന്നത് ഈ വരുന്ന ആഗസ്റ്റ് മാസം മുതൽ അതിൻ്റെ ഒരു അനുഭവ ഫലങ്ങൾ കണ്ടു തുടങ്ങുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കും. ഇതിൽ നിന്നും ഒരു സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ ഒരു പക്ഷേ 2017 ആണ്ട് ആഗസ്റ്റിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ആയതിനാൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങളാണെങ്കിലും പ്രവർത്തന മണ്ഡലങ്ങളാണെങ്കിലും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള പ്രവൃത്തികളിൽ നിന്നും സ്വല്പം വിട്ടുനിൽക്കുന്നത് ഗുണകരമായി തീരും. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. അവ്യക്തമായിട്ടുള്ള പണമിടപാടുകളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് വിദേശത്ത് നിന്നും ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുമെങ്കിലും 2017 ആണ്ട് ആഗസ്റ്റിന് ശേഷം ആദ്യം മറ്റൊരു ജോലിക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ മാന്ദ്യം അനുഭവപ്പെടുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള നഷ്ടകഷ്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനാൽ ഒരു പക്ഷേ പൂർവികമായിട്ടുള്ള സ്വത്തോ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള സ്വത്തോ വിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും. അവ്യക്തമായിട്ടുള്ള പണമിടപാടുകളിൽ നിന്നും പിന്മാറേണ്ടതാണ്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി പ്രാണായാമം, വ്യായാമം, യോഗാഭ്യാസം എന്നിവ ശീലിക്കുവാനിടയുണ്ട്. വാസ്തവ വിരുദ്ധമായിട്ടുള്ള തോന്നലുകളെ അതിജീവിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സന്ധി സംഭാഷണത്തിൽ പലപ്പോഴും വളരെ ആത്മനിയന്ത്രണം വേണ്ടതാണ്. വാഹന അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുവാനിടയുണ്ട്. അവ്യക്തമായിട്ടുള്ള പണമിടപാടുകളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങളും ബന്ധുമിത്രാദികളുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. പുതിയ കാർഷിക സമ്പ്രദായം ആവിഷ്കരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുന്നത് ഗുണകരമായി തീരുവാനും ഉത്തര നക്ഷത്രക്കാരുടെ ഈ 2016 ആണ്ടിലെ വിഷുഫലമായി പറയുന്നു. നമസ്കാരം.